നെല്ലിയാമ്പതി പോകാൻ വേണ്ടി ഞങ്ങൾ പാലക്കാട് ബസ് സ്റ്റാൻഡിൻ്റെ മുന്നിലേക്കാണ്. 5 മണിക്കൊരു ബസ്സുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ 6:50 മറ്റാണ്. അവിടെ നിന്ന് തിരിച്ചും ആ വണ്ടിയാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ 5 മണിയുടെ വണ്ടിക്ക് പോയേക്കാന്നോർത്ത് സ്റ്റാൻഡിൻ്റെ അടുത്തുണ്ട്. പഴനി ബസ് സ്റ്റാൻഡിൽ ഭാഗ്യം കൊള്ളാണ്ടി കുറുമൽപേട്ട വഴി പഴനി ബസ് സ്റ്റാൻഡിൽ ഭാഗ്യം വളർന്നാഞ്ചേരി കേച്ചേരി ഇതുപോലെ ഗുരുവായൂർ ബസ് സ്റ്റാൻഡിൽ ഭാഗ്യം. പാവങ്ങളുടെ ഊട്ടി എന്ന പേര് എന്തുകൊണ്ടും ചേരുന്ന ഒരു സ്ഥലമാണ് നെല്ലിയാമ്പതി. പാലക്കാട് നിന്ന് KSRTC ബസ്സിലോ പ്രൈവറ്റ് വാഹനങ്ങളിലോ ഒരു ദിവസം കൊണ്ട് പോയി കണ്ടുവരാൻ പറ്റുന്നൊരു സ്ഥലമാണിത്. കൂടാതെ ഇങ്ങോട്ട് പ്രൈവറ്റ് ബസ്സുകളില്ല. പാലക്കാട് നിന്ന് എടുക്കുന്ന KSRTC ബസ് ഗ്രാമീണ ഭംഗിയിലൂടെ നെന്മാറയിലേക്ക് അടുക്കുമ്പോൾ തന്നെ കണ്ണെത്താ ദൂരത്തേക്ക് പടർന്നു കിടക്കുന്ന പാടങ്ങൾ ഈ യാത്രയുടെ പ്രതീക്ഷ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. പാലായി കിടന്ന് ഇൻസ്റ്റഗ്രാം റീൽസിൽ പാടങ്ങൾ കാണുന്ന ഞങ്ങൾക്ക് പാലക്കാടെ പാടങ്ങൾ നേരിട്ട് കാണുമ്പോൾ അതിമനോഹരമായി തോന്നുന്നതിൽ അതിശയമില്ലല്ലോ. നമ്മളൊക്കെ പാലക്കാടിനെ കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം മനസ്സിൽ ഓടി വരുന്നത് വിനീത് ശ്രീനിവാസൻ പാലക്കാട് ഗ്രാമങ്ങളെക്കുറിച്ച് പറഞ്ഞ ആ വാക്കുകളൊക്കെയാണ്. ശരിയാണ്. ഈ ബസ്സിലിരുന്നിട്ട് പോലും കാണുന്ന കവലകൾ, ഓലമേജ വെയിറ്റിംഗ് ഷെഡുകൾ, നീണ്ടു പരന്നു കിടക്കുന്ന പാടങ്ങളുടെ നടുവിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഈ മരങ്ങൾ, ഇവയൊന്നും ഇത്രയും മനോഹരമായി ഞാൻ വേറെങ്ങും കണ്ടിട്ടില്ല. ഹെർക്കുലീസിൻ്റെ ഫുൾ സൈക്കിൾ ചവിട്ടുന്ന ചേട്ടന്മാരും ചായക്കടയിൽ പാലും തൂക്കുമായി വരുന്ന കുട്ടികളുമൊക്കെ ഇന്ന് എവിടെ കാണാനുണ്ട്? എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ പാലക്കാടും ആലപ്പുഴയും ഒന്നിച്ചു ചേർത്താൽ വിദേശികളുടെ മനസ്സിലുള്ള കേരളത്തിൻ്റെ രൂപമൊക്കെ അത്യാവശ്യം റെഡിയാവുമെന്നാണ്. കൊല്ലങ്കോട് ഭാഗത്ത് നിന്നാൽ കാണാവുന്ന നെല്ലിയാമ്പതി മലനിരകളും തെങ്ങും പാടവും ചെറിയ നീരുറവയും ഒക്കെ ഒരു വട്ടമെങ്കിലും കാണേണ്ടതാണ്. നെന്മാറ സ്റ്റാൻഡിൽ ഈ വണ്ടി ഒരു 5-10 മിനിറ്റൊക്കെ നിർത്തിയിടൽ പതിവുണ്ട്. ഈ സമയം ഒരു ചെറിയ ചായ കുടിക്കാനൊക്കെ സാധിക്കും. എന്നാൽ ഞങ്ങൾക്ക് നമ്മുടെ ഈ KSRTC വണ്ടി ഒന്ന് ചുറ്റിക്കാണാനും കൂടെ നിന്ന് 2 പടമെടുക്കാനുമാണ് ഈ സമയം ഉപയോഗപ്പെട്ടത്. ഇവിടെ ഈ ബസ് നിർത്തുന്നത് കാപ്പ് കുടിച്ചിട്ട് തിരിച്ചിട്ട് ബസ് 8:30 അവിടുന്ന് പുലിയമ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടുണ്ട്. ഈ ബസ് എത്തുന്ന കയറി പുലിയമ്പാറ വന്നിറങ്ങുക, അവിടെ സ്ഥലങ്ങളെല്ലാം കാണുക. അത് കഴിഞ്ഞിട്ട് 10:30 11 മണിക്കൊരു ബസ്സുണ്ട്. പിന്നെ 2 മണിക്ക് ഉണ്ട്, വൈകിട്ട് 4 മണിക്കും ഉണ്ട്. നമുക്കൊരു 11:30 മാക്സിമം കയറാം, എന്നാലേ ഇവിടെ പോകാൻ പറ്റുള്ളൂ. കൽപ്പാത്തി പോകണമെങ്കിൽ 11:30 വണ്ടി കയറണം. വണ്ടി എടുക്കുന്നതിന് മുന്നേ നെല്ലിയാമ്പതിക്കുള്ള പേപ്പർ കെട്ടുകൾ ഒരു ചേട്ടൻ കൊണ്ടുവന്ന് വണ്ടിയിൽ വെച്ചു. അതിൽ നിന്നൊരെണ്ണം എടുത്ത് ഇന്നത്തെ പ്രധാന വാർത്തകൾ വായിച്ചതിന് ശേഷമാണ് ഡ്രൈവർ ചേട്ടൻ വണ്ടി എടുത്തത്. കൂടാതെ സ്ഥിരം വണ്ടിയിൽ യാത്ര ചെയ്യുന്ന ആളുകളോട് ഉള്ള കുശലം ചോദ്യവും നടക്കുന്നുണ്ട്. പാലക്കാട് നിന്ന് കയറിയപ്പോൾ ഞങ്ങൾക്ക് 3 പേർക്കും ഒരുമിച്ചിരിക്കാൻ പറ്റുന്ന ഒറ്റ സീറ്റ് കിട്ടാത്തതുകൊണ്ട് ഫ്രീ ആയി കിടന്ന സ്ത്രീകളുടെ സീറ്റിലാണ് ഞങ്ങൾ ഇരുന്നത്. കണ്ടക്ടർ ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞിരുന്നു നെന്മാറ എത്തുന്നതിന് മുമ്പേ ഫ്രീ ആവുന്ന സീറ്റുകളിലേക്ക് മാറിയിരിക്കാൻ ശ്രമിക്കണമെന്ന്. ഇപ്പോൾ അതിൻ്റെ കാര്യം മനസ്സിലായി. സ്ഥിരമായി നെന്മാറയിൽ നിന്നും നെല്ലിയാമ്പതിയിലേക്ക് തോട്ടപ്പണിക്കും ഫാക്ടറി പണിക്കുമായി യാത്ര ചെയ്യുന്ന സ്ത്രീകളുണ്ട്. അതുകൊണ്ട് നെന്മാറ കഴിയുമ്പോഴേക്കും വണ്ടി ഏറെക്കുറെ നിറയും. ഇനിയുള്ള യാത്ര നേരെ നെല്ലിയാമ്പതിയിലേക്കാണ്. നെന്മാറയിൽ നിന്നും ഏകദേശം 8 കിലോമീറ്ററോളം കഴിയുമ്പോൾ ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് വരും. നിങ്ങൾ പ്രൈവറ്റ് വാഹനങ്ങളിലാണ് വരുന്നതെങ്കിൽ രാവിലെ 7 മണി മുതലാണ് ഇവിടെ എൻട്രി ഉള്ളത്. നെല്ലിയാമ്പതിയിൽ സ്റ്റേ ഇല്ലാത്ത പക്ഷം 4 മണിക്ക് മുമ്പ് തിരിച്ചു വന്നുകൊള്ളാമെന്ന് എഴുതി കൊടുത്ത് വണ്ടി നമ്പരും കൊടുത്തതിന് ശേഷം വേണം മുന്നോട്ട് പോകാൻ. ഈ ചെക്ക് പോസ്റ്റിനോട് ചേർന്നാണ് പോത്തുണ്ടി ഡാം സ്ഥിതി ചെയ്യുന്നത്. ചുരം മുകളിലേക്ക് കയറും തോറും നമുക്ക് ഈ ഡാം കൃത്യമായി കാണാൻ സാധിക്കും. നെല്ലിയാമ്പതിയിലേക്ക് എത്താൻ ഇതേ ഒരു വഴിയുള്ളൂ എന്നതുകൊണ്ട് തന്നെ മഴക്കാലത്ത് മണ്ണിടിഞ്ഞാലോ മരം വീണാലോ അവയൊക്കെ വെട്ടിമാറ്റുന്നിടം വരെ നമ്മൾ അവിടെ നിൽക്കേണ്ടി വന്നേക്കാം. നെല്ലിയാമ്പതിയിൽ നിന്നും പറമ്പിക്കുളത്തേക്ക് ഒരു കാട്ടുവഴിയുണ്ട്.
ടൈഗർ റിസർവ് ആയതുകൊണ്ട് തന്നെ ട്രൈബ്സിന് മാത്രമാണ് അതിലൂടെ ആക്സസ് ഉള്ളത്. ഭാരതപ്പുഴയിലെത്തുന്ന വെള്ളത്തിൻ്റെ നല്ലൊരു പങ്ക് നെല്ലിയാമ്പതിയിൽ നിന്ന് വരുന്ന ഗായത്രി പുഴയും മംഗലം പുഴയും തന്നെയാണ് നൽകുന്നത്. പിന്നെ ഈ ചുരത്തിൻ്റെ തുടക്കത്തിൽ കാണുന്ന പോത്തുണ്ടി ഡാമിലേക്കുള്ള ജലസ്രോതസ്സും നെല്ലിയാമ്പതി മലനിരകൾ തന്നെ. സ്വന്തം വണ്ടിയിൽ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നെല്ലിയാമ്പതിയിൽ പെട്രോൾ പമ്പുകൾ ഒന്നും തന്നെയില്ല. അതുകൊണ്ട് തന്നെ വാഹനത്തിൽ ആവശ്യത്തിന് പെട്രോൾ അടിച്ചതിന് ശേഷം മാത്രം മല കയറുക. ഇതാണ് നെല്ലിയാമ്പതി ടൗൺ. കുറച്ച് ജീപ്പും കുറച്ച് കടകളുമൊക്കെയുള്ള ഒരു ചെറിയ ടൗൺ. ബസ്സിൽ വരുന്ന ആളുകൾ ഇവിടെ വന്നിറങ്ങി ജീപ്പ് വാടകയ്ക്കെടുത്ത് ഇവിടെയുള്ള സ്ഥലങ്ങൾ കാണാറാണ് പതിവ്. നമ്മൾ ആദ്യ ബസ്സിൽ വന്നതുകൊണ്ട് തന്നെ ഈ ബസ് ഇവിടെ നിന്നും കാരപ്പാറ ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ ഭാഗം വരെ പോകും. വ്യൂ പോയിന്റുകളേക്കാൾ KSRTCയിലുള്ള യാത്രയാണ് ഇന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ പറഞ്ഞ കാരപ്പാറയാണ് ബസ് പോയി അരമണിക്കൂറോളം സ്റ്റേ ചെയ്യാൻ പോകുന്നത്. തോട്ടം തൊഴിലാളികളുടെ യാത്രാ സൗകര്യത്തിന് വേണ്ടിയാണ് ഈ ബസ് ആ ഭാഗത്തേക്ക് നീട്ടിക്കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതിനെ വഴിയിലേക്ക് കടന്ന് കട്ട് ചെയ്ത് കളഞ്ഞോ? കണ്ടു കണ്ടു. എന്നാ മെഴുത്തിരിക്കുന്നല്ലേ, എന്നാ എല്ലാം സ്ഥിരം ആൾക്കാരല്ലേ? എല്ലാ ആൾക്കാരും സ്ഥിരം ആൾക്കാരല്ലേ? ഒരേ ആൾക്കാർ. ആ ആ ഓടുന്നത് ശരിയാ. ഒഴിഞ്ഞൊഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നു അല്ലേ?
വഴിക്കാണെങ്കിലും തീരെ വീതി കുറവല്ലേ? വഴിക്കാണെങ്കിലും തീരെ വീതി. ആ നേരത്തെ അപ്പുറത്തെ വഴിക്കായിരുന്നു നോക്കോണ്ടിരുന്നതെന്നാണ് പറഞ്ഞത്, പള്ളിയുടെ വഴി. ആ മൊത്തത്തിൽ ഇപ്പൊ എത്ര ബസ്സുണ്ട്? 2 ബസ്സോ ഇങ്ങോട്ട് മൊത്തത്തിൽ വരുന്നത്? അല്ല, മൊത്തത്തിൽ എത്ര ബസ് ഇങ്ങോട്ട് വരുന്നുണ്ട് മൊത്തത്തില്? ആ ആ ഇപ്പൊ ആളില്ല. ആ സ്റ്റേ ആയിരുന്നു. അപ്പം എല്ലാവർക്കും ഉപകാരപ്പെടാൻ വേണ്ടി ഉപകാരപ്പെടുന്ന രീതിക്ക് മാറ്റി ആണെന്നില്ല. ആയതുകൊണ്ട് ആളുകൾക്ക് തന്നെ എല്ലാവരും പഠിച്ചു. രാവിലെ ഇപ്പൊ നമ്മുടെ കൂടെ വണ്ടിയെ വന്നവരില്ലേ, ആൾക്കാരില്ലേ, അവര് ഇവിടുന്ന് പണിക്ക് പോയ ആൾക്കാരാണോ അതോ ഇങ്ങോട്ട് പണിക്ക് വരുന്നവരാ? ഉച്ച കഴിഞ്ഞിറങ്ങിപ്പോ. ആ എവിടെയാണ്? ആ ആ ആണോ? 5 മണിയാണ്. ഓ ആ ആ അത്രേ ഉള്ളൂ. വെള്ളം കുടിക്കാനൊക്കെ വേണ്ടി നേരത്തെ ഈ ബസ് ആൾക്കാർ വരിക ഓവർലോഡായിട്ട് ഈ ബസ് മറിഞ്ഞു ആയിട്ടുണ്ട്. ഓവർലോഡായിട്ട് വണ്ടി ലോഡോടുകൂടി എടുക്കാൻ പറ്റില്ല. നേരെ 10-30 ആൾക്കാർ ഞങ്ങൾ കാലിക്കാൻ എന്നാണെങ്കിലും KSRTC യാത്ര അടിപൊളിയായിരുന്നു അല്ലേ? ആ നല്ല സൂപ്പർ യാത്രയായിരുന്നു. രാവിലെ 5 മണിക്ക് വരുന്ന വണ്ടിയാണ് ഇവിടം വരെ വരുന്നത്. ഈ മൊത്തം 2 ബസ്സാണുള്ളത്. രാവിലെ 5 മണിക്കൊരു വണ്ടി, പിന്നെയുള്ളത് 6:45 ബസ്. 5 മണിയുടെ ബസ് മാത്രമേ ഈ പറഞ്ഞ ഈ സ്ഥലത്തേര് എന്തായാലും ആവശ്യം പറഞ്ഞു. മറ്റേ സ്ഥലത്തായിരുന്നു പുളിയമ്പാറ.
പുളിയമ്പാറ രണ്ടാമത് വരുന്ന വണ്ടി പുളിയമ്പാറ വരെ വരുള്ളൂ. ആദ്യം വരുന്ന വണ്ടി മാത്രം ഒരു ഗ്രാമത്തിലോട്ട് കയറി ഇവിടെ ഒരു 2-3 സ്കൂൾ പിള്ളേരും പിന്നെ കുറച്ച് പണിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. സ്ഥിരമായിട്ട് വരുന്ന 3 പിള്ളേരേ ഉള്ളൂ. 3 പിള്ളേർക്ക് വേണ്ടിയിട്ടാണ് KSRTC ഇവിടെ വരുന്നത്. അതെ അതെ അതെ. ഒരു 10 കിലോമീറ്ററോളം വന്ന് അകത്തേക്ക് വന്ന് ഇവിടെ ഒരു തൂക്കുപാലമൊക്കെ ഉണ്ട്. അപ്പം ആ ഒരു ഭാഗത്തേക്ക് കയറി വരുന്നത്. പിന്നെ വരാൻ പറ്റുവാണെങ്കിൽ KSRTC തന്നെ വരിക. KSRTCയിൽ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ കാണാൻ പറ്റുന്ന കുറച്ച് ഒരുപാട് തിരക്കൊന്നുമില്ല. ബസ് എപ്പോഴും നല്ല ഫ്രീ ആയിരിക്കും. പിന്നെ ആ പുളിയമ്പാറ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വണ്ടിയില് ആളുകൾ കുറയുമ്പോഴത്തേക്കും കണ്ടക്ടറും ഡ്രൈവറും ഒക്കെ ആണെങ്കിലും നമ്മളോട് കുറച്ച് നല്ല ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. ടൂർ ഗൈഡിന്റെ ഗുണം ചെയ്യുന്നു. അതിനപ്പുറം അതായത് അവർക്ക് ഇവിടുത്തെ സകല ആൾക്കാരെ അവർക്ക് ക്ലിയർ ആയിട്ട് അറിയാം. അപ്പൊ അതുകൊണ്ട് അവർ നല്ല ഡീറ്റെയിൽ ആയിട്ട് സ്ഥലങ്ങളും അറിയാം, അവർക്ക് ഹിസ്റ്ററി അറിയാം. അവർ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. ഇവിടെ വരുന്ന വഴിക്ക് തന്നെ ബ്രിട്ടീഷുകാർ പണിത പള്ളി ഉണ്ടായിരുന്നു. അത് നമുക്ക് കാണാൻ പറ്റത്തില്ല. ഇപ്പൊ അതിലെ പൊളിഞ്ഞു പോയിരിക്കുവായിരുന്നു. അത് റീക്രിയേറ്റ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. ആ വഴിക്കല്ല ഇപ്പം വണ്ടി വരുന്നത്. നേരത്തെ ആ ഭാഗത്തോടെ ആയിരുന്നു ഈ ബസ് വന്നുകൊണ്ടിരുന്നത്. അതിൽ പോകാനൊരു കാരണം ഉണ്ടായിരുന്നു. പണ്ട് ഇവിടെ കുറെ തൊഴിലാളികൾ ഉണ്ടായിരുന്ന സമയത്ത് അവരെ പിക്കപ്പ് ചെയ്യാനും ഡ്രോപ്പ് ചെയ്യാനൊക്കെ ആയിട്ടാണ് ബസ് പൊയ്ക്കൊണ്ടിരുന്നത്. ഇപ്പൊ ഇവിടെ ഉള്ള തൊഴിലാളികൾ കോൺട്രാക്ട് തീരുന്നതനുസരിച്ച് തിരിച്ച് നാട്ടിലോട്ട് പോവാം. അതായത് നമ്മുടെ നാട്ടില് അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകളായിരുന്നു നേരത്തെ ഇവിടെ ജോലിക്ക് വന്നുകൊണ്ടിരുന്നത്. അത് പിന്നീട് എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ശമ്പളം കുറഞ്ഞപ്പോൾ അടുത്ത തലമുറക്കാർ വരുന്നില്ല. അടുത്ത തലമുറയ്ക്ക് അവരുടെ ജോലി ട്രാൻസ്ഫർ ആവുമായിരുന്നു. അടുത്ത തലമുറയിൽ ഒരാൾക്കും കൂടെ ജോലി കിട്ടുമായിരുന്നു. പക്ഷെ ആ തലമുറയിലുള്ള പിള്ളേരാരും തന്നെ ഇപ്പം ആ ജോലികളൊന്നും ഏറ്റെടുക്കാൻ തയ്യാറില്ല. അവർ മറ്റു ജോലികളിലേക്ക് പോകുന്നു, കുറച്ചുകൂടെ ശമ്പളമുള്ള ജോലികളിലേക്ക് പോകുന്നു. അതുകൊണ്ട് ആ ജോലിയിലേക്കൊന്നും തമിഴ്നാട്ടിലെയോ കേരളത്തിലെയോ ആളുകൾ വരാതെ ഇപ്പം കോൺട്രാക്ടിനായിട്ട് ഇപ്പം ബംഗാളികളോ അങ്ങനെയുള്ള ആളുകളൊക്കെയാണ്, നോർത്ത് ഇന്ത്യൻസ് ആണ് കൂടുതൽ ഇവിടെ ജോലിക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഇന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടി ആ ബസ്സിനെ ആശ്രയിക്കുന്ന ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു. അതുകൊണ്ട് 3 വണ്ടി ഉണ്ടായിരുന്ന ഇപ്പം കുറച്ചിട്ട് 2 വണ്ടിയാക്കി. ആ 2 വണ്ടിക്കകത്ത് 1 വണ്ടി മാത്രമേ ഈ ഇവിടം വരെ വരുന്നുള്ളൂ. അതിന്റെ സമയത്തിനനുസരിച്ച് ആൾക്കാർക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ട് ജോലി ടൈം കൂടെ വെച്ചിട്ട് അതിനനുസരിച്ച് ഒരു 2 വണ്ടി ഇട്ടിട്ടുണ്ട്. ഒരിക്കലും ഇതൊരു ടൂറിസ്റ്റിന് വേണ്ടിയിട്ടോ വിസിറ്റിനുള്ള ബസ്സല്ല, ഇവിടുത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ നമുക്ക് നമ്മുടെ ഭാഗ്യം കൊണ്ട് ഈ സമയം നമുക്ക് ഒത്തുവന്നു, എല്ലാം ഒന്ന് കാണാനൊക്കെ പറ്റി. നല്ലൊരു അനുഭവമായിരിക്കും. KSRTCയിൽ ഇതുവാണെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഇവിടെ തന്നെ ഒരു ഹോട്ടലാണ്. ഞങ്ങൾ ഭക്ഷണം കഴിച്ചില്ല, കഴിക്കാൻ പോകുന്നുള്ളൂ. ഇവിടെ തന്നെ ഒരു ഹോട്ടലുണ്ട്. ഭക്ഷണം കഴിക്കാനുള്ള സമയം നമുക്കുണ്ട്. നമ്മള് 8 മണിക്ക് വന്നു. 5 മണിക്ക് അവിടെ നിന്ന് പോകുന്നതാണ്. നമ്മളിവിടെ 8 മണിയായപ്പോ ഇവിടെ വന്നു. 8:30 ആകുമ്പോൾ വണ്ടി ഇവിടെ നിന്ന് എടുക്കുമെന്ന് പറഞ്ഞു. അതിന് അവിടെ ഒരു ചെറിയൊരു കടയുണ്ട്. ആ കടയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കഴിക്കാം. പിന്നെ ചെറിയ ടോയ്ലറ്റ് സൗകര്യമൊക്കെ താഴെയുണ്ട്. പിന്നെ ഇവിടുന്ന് ഈ പോകുന്ന ട്രിപ്പ്, അതായത് ഈ വണ്ടി ഇനിയിപ്പം ഇവിടെ നെന്മാറ വരെ പോകുന്നുള്ളൂ. നേരെ പാലക്കാടിനല്ല പോകുന്നത്. നമ്മൾ പാലക്കാട് ആണ് കയറിയത്. പാലക്കാട് വരെ ഇനി പോകുന്നില്ല. ഇത് നെന്മാറ വരെ പോകുന്നുള്ളൂ. ബോർഡൊക്കെ ചേഞ്ച് ചെയ്തു. എന്നിട്ട് നെന്മാറയിൽ തിരിച്ച് ഒന്നുകൂടെ വരും. ഒന്നുകൂടെ വന്നിട്ട് പിന്നെ പോകുമ്പോൾ പാലക്കാട് പോകും. അങ്ങനെയാണ് ഈ ബസ് പോകുന്നത്. അത് 2:15 2:20 ആ ഒരു സമയത്ത് പിന്നെ പാലക്കാടിന് പോകും. കുഴപ്പമില്ല. കാരണം നെന്മാറ ചെന്നാൽ അവിടുന്ന് പാലക്കാട് ബസ് ഇഷ്ടം പോലെ ഒരുപാടുണ്ട്. കണ്ടിന്യൂസ് പാലക്കാട് ബസ് ഉണ്ട്. അതുകൊണ്ട് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ ഇല്ലാത്ത ആളുകൾക്ക് ഇപ്പൊ ഈ വരുന്ന വണ്ടിയെ തന്നെ തിരിച്ച് നമുക്ക് നെന്മാറ ചെന്നിറങ്ങി നെന്മാറ എന്ന് പാലക്കാടിനോ കാര്യങ്ങളൊക്കെ എല്ലാം ഇച്ചിരി പെട്ടെന്ന് സമയമില്ല. അതെ. നെല്ലിയാമ്പതിയിലെ കാരപ്പാറ കൊണ്ട് ഈ വീഡിയോ നിർത്താൻ പ്ലാൻ ചെയ്തിരുന്നെങ്കിലും ഇവിടുന്ന് ഈ സ്കൂൾ കുട്ടികളെയും കൂട്ടിയുള്ള ഈ ആനവണ്ടി യാത്ര അത് ഏതൊരു മലയാളിക്കും മനസ്സിൽ തട്ടുന്നു എന്നാണെന്ന് മനസ്സിലായതോടെ ഞങ്ങൾ ഈ കാഴ്ച കൂടി ക്യാമറയിൽ പകർത്തി. ഏതൊരു ആൺകുട്ടിയുടെയും ചെറുപ്പം ഇങ്ങനെയൊക്കെയാണ്. ബസ്സിൻ്റെ പെട്ടിപ്പുറം മുൻ സീറ്റും ഒക്കെ ആയിരുന്നു. ഈ പ്രായത്തിൽ നമുക്കും ഡ്രൈവിംഗ് സീറ്റുകൾ. കാര്യമായ അറിവില്ലാതിട്ട് പോലും ഡ്രൈവർ ചേട്ടൻ സ്റ്റിയറിംഗിലും ഗിയറിലും കാണിക്കുന്ന എല്ലാ തന്ത്രങ്ങളും നമ്മളും ചെയ്തു. കൈവിട്ടു പോയ ബാല്യം കൺമുന്നിൽ കാണുമ്പോൾ ആരാ കുട്ടിയാവാത്തത്? ഈ കാഴ്ച ഒപ്പിയെടുത്ത് ഒരിക്കലും ക്യാമറ കണ്ണുകളല്ല, മനസ്സാണ്. ഈ കാഴ്ചകൾ ഒരിക്കലും മനസ്സിൽ നിന്നും മറയില്ലെന്ന് ഉറപ്പിച്ചു തന്നെയാണ് ഞങ്ങൾ മലയിറങ്ങുന്നത്.
കാഴ്ചയോളം ഭംഗിയല്ല ഇവിടെയുള്ള ആളുകളുടെ ജീവിതമെന്ന് എനിക്ക് നന്നായി അറിയാം. ആനയോടും കരടിയോടും വന്യജീവികളോടും പോരാടി ഇത്തരം തോട്ടം തൊഴിലാളികൾ ജീവിക്കുന്ന ജീവിതം വെച്ച് നോക്കിയാൽ നമ്മളൊക്കെ സ്വർഗത്തിലാണ്. യാത്രകൾ കൊണ്ടും മാത്രം വരുന്ന തിരിച്ചറിവുകളിലൊന്നാണിത്. ഇനിയും പുതിയ കാഴ്ചകൾ കാണാനും പുതിയ അറിവുകൾ നേടാനും യാത്രകൾ ചെയ്യാൻ സാധിക്കട്ടെ. നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം.